ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മെൻറ്റർ ഡെവക്സ് മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോവാം. അതിന് മുന്നേ നമുക്ക് ഇന്നെങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്തത് ആൻഡ് പിന്നെ വേറെ എന്താണ്. ഇന്ന് നമ്മുടെ ഓണമായിരുന്നു. എല്ലാവരും ഓണം ആഘോഷിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നാളെ അഗെയിൻ നമുക്ക് അനദർ ഒരു സെക്ഷനാണ്, തേഴ്സ്ഡേ. സോ നാളെ നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടെയാണ്. അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. നാളെ നമ്മുടെ സെൻസസിൻ്റെ എക്സ്പയറി ആയിരുന്നു. സോ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ കൊടുത്തിരുന്ന, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കൊടുത്തിരുന്ന ട്രേഡ് ഏതായിരുന്നു? വേദാന്ത ആയിരുന്നു. വേദാന്ത നമ്മൾ ഈ ക്യാൻഡിലായിരുന്നു കൊടുത്തിരുന്നത്. 10:15 ക്യാൻഡിലായിരുന്നു നമ്മുടെ എൻട്രി. സോ 10:15 ക്യാൻഡിലെ എൻട്രി കറക്റ്റ് നമ്മുടെ എൻട്രി പോയിന്റ് തന്നെ എൻട്രി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു പുൾ ബാക്കിൽ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഏകദേശം വൈകുന്നേരം വരെ ഒരു 1400 അല്ലേ, ആ സമയത്ത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം വരെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് പേഷ്യൻസ്. ഓക്കെ, മാർക്കറ്റ് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എടുത്ത ഉടനെ ഇങ്ങനെ കണ്ടിന്യൂസ് മുകളിലോട്ട് പോകുന്നു. മാർക്കറ്റ് ചില ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ. സോ എത്ര കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അത്രയും ചാൻസ് കൂടുതലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള. സോ അത് നിങ്ങൾ ആലോചിക്കണം. മാർക്കറ്റ് എത്ര കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അത്രയും ചാൻസ് കൂടുതലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ളത്. സോ ഈ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു ക്യാൻ ഹോൾഡ് വിത്ത് 278 SL. ഓക്കെ, ചെറിയൊരു SL. ഏകദേശം എത്രയായിരുന്നു SL പോയിന്റ് നമുക്ക് എൻട്രി ചെയ്യുന്നുണ്ടായിരുന്നത്? ഏകദേശം 278. ഞാൻ 278 ഈ ഏരിയയിലായിരുന്നു. ഓക്കെ, SL കുറച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവിടെയാണ് കൊടുത്തിരുന്നത്, പിന്നെ 278 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 പൈസ ഉണ്ടായിരുന്നുള്ളൂ, ₹1.50. നമ്മുടെ ടാർഗറ്റ് ഏകദേശം ഡബിൾ ഉണ്ടായിരുന്നു. ഏകദേശം 5 റുപ്പീസിൻ്റെ അടുത്ത് നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. സോ നല്ലൊരു ഡീലായിരുന്നു ഇന്നലെ വേദാന്തയിൽ ഉണ്ടായിരുന്നത്. സോ ഈ ട്രേഡ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. ആൻഡ് അതിനൊപ്പം തന്നെ എനിക്ക് ഹിന്ദുസ്ഥാൻ സിംഗിളും ട്രേഡ് ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ സിംഗ് ഓൾസോ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. ബട്ട് ഞാനിത് വേദാന്തയായിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, ഹിന്ദുസ്ഥാൻ സിംഗ് ബട്ട് വേദാന്തേനെക്കാട്ടി കുറച്ചുകൂടെ സ്പീഡിൽ മൂവ് ചെയ്തിരുന്നു. കാരണം ഇന്നലെ നമ്മുടെ സെക്ടർ ഏതായിരുന്നു? നമ്മുടെ ഇന്നലെ സെക്ടർ മെറ്റൽ അപ്പായിരുന്നു. ഓക്കെ, സോ നമ്മുടെ സ്കാനറിനുള്ളിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്കാനറിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് വന്നിട്ടുണ്ടായിരുന്നു, വേദാന്ത വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിൽ. സോ അവിടെ നമ്മൾ നമ്മുടെ എന്ത് ചൂസ് ചെയ്തു? നമ്മുടെ സ്റ്റോക്ക് ചൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയായിരുന്നു. ഓക്കെ, സോ നമ്മുടെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട്. സോ നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഇത് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അവർ ഓൾറെഡി സ്കാനറിന് ആക്സസ് അവരുടെ കയ്യിലുണ്ട്. സോ അവർ ഓൾറെഡി എടുത്ത് ചെയ്തിട്ടുണ്ടാവും. സോ ബട്ട് നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ അറിയാമായിരിക്കും അല്ലേ, നമുക്ക് സ്ട്രാറ്റജി അറിയാമായിരിക്കും. ബട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് കിട്ടണം. സോ അതൊരു വലിയ തിങ്ങാണ്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടണം. നമുക്കൊരു സ്റ്റോക്ക് കിട്ടാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. സോ അതിനുവേണ്ടിയാണ് മെൻറ്റർഫെക്സിൻ്റെ ഈ ഒരു കസ്റ്റം ഫ്രീ സ്കാനർ ലൈക്ക് നമ്മുടെ സ്കാനർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നു, നമ്മുടെ എന്ത് യൂസ് ചെയ്യുന്നു? നമ്മുടെ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു. ബട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം സിമ്പിളായിട്ട്, നോ ടെൻഷൻ. ഓക്കെ, സോ നാളെ നമ്മുടെ നിഫ്റ്റിയിലും ഇന്ന് ട്രേഡ് ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രേഡ്. നിഫ്റ്റി ലിക്വിഡിറ്റി എടുത്തിട്ട് തിരിച്ച് വന്നപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ട്രേഡ് എങ്ങനെയാണ് വന്നതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു മേജറായിട്ടുള്ള എന്താണ്, ഒരു സെല്ലിങ് വന്ന സോണാണ് അല്ലേ. ഇത് നമ്മുടെ മേജറായിട്ടുള്ള ഒരു സെല്ലിങ് വന്ന സോണായിരുന്നു. സോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, സോ ലാസ്റ്റ് വെബിനാറിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റിയിൽ നിന്ന് മൂവ് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും? തിരിച്ച് മാർക്കറ്റ് ലിക്വിഡിറ്റിയിൽ നിന്ന് നേരെ മാർക്കറ്റിൻ്റെ ഒരു POIയിലോട്ട് മൂവ് ചെയ്യും അല്ലേ. POI എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു FEG ആകാം, ഓർഡർ ബ്ലോക്ക് ആവാം. സോ എവിടോട്ട് വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ചെയ്യും. സോ മാർക്കറ്റ് FEGന്ന് ലിക്വിഡിറ്റിയിൽ നിന്ന് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്തു? മാർക്കറ്റിൻ്റെ താഴത്തെ FEGയിലോട്ട് മൂവ് ചെയ്തു, POIയിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. സോ മാർക്കറ്റിൻ്റെ നാളത്തെ അനാലിസിസ് നമുക്ക് പെട്ടെന്ന് പോയി ചെയ്യാം. സോ നമുക്ക് 4 hourന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കംപ്ലീറ്റ്ലി ആദ്യം മുതൽ തന്നെ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, സോ നമുക്ക് ആദ്യം മുതൽ നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസ്, മേജർ സപ്പോർട്ട് എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ OI പ്രൊഫൈലോട് ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. സോ പ്ലാറ്റ്ഫോമിൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ OI എന്നടിച്ചാൽ മതി. OI എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ OI കാണാം, ഓപ്പൺ ഇൻട്രസ്റ്റ്. സോ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ, ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്, അതായത് മാർക്കറ്റിൽ ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് ബയ്യർ, ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ് സെല്ലർ കൂടുതലുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഡാറ്റ കാണിച്ചു തരുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു
സിസ്റ്റമാണ് OA. സോ ഈ പച്ച കളറിൽ കാണുന്നത് എന്താണ്? ബയ്യർ. റെഡ് കളർ കാണുന്നത് എന്താണ്? സെല്ലർ. സോ P എന്ന് പറഞ്ഞാൽ ബയ്യർ. ഇവിടെ 63 ലക്ഷം ബയ്യർ ഉണ്ട്. എവിടെ? 24,200. ഓക്കെ, 24,200 63 ലക്ഷം ബയ്യർ ഉണ്ട്. അവിടെ സെല്ലർ എത്ര ഉള്ളത്? 37 ലക്ഷം. അതിൻ്റെ പകുതി, അതായത് മാർക്കറ്റ് താഴോട്ട് പോകുന്നു പറയുന്നവർ 37 ലക്ഷവും മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞ് ഓപ്പൺ ഓർഡർ ഉള്ള ഇതാണ് 63 ലക്ഷം. ഓപ്പൺ ഓർഡറാണ് കേട്ടോ, ഓപ്പൺ ചെയ്ത ഓർഡർ. അവിടെ ഓൾറെഡി ആ ഓർഡർ പെൻഡിങ് ആണ്. ഓക്കെ, സോ 63 ലക്ഷം അവിടെ ഉണ്ട്. സോ ഇത് മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ മാറിക്കൊണ്ടിരിക്കും. സോ ബട്ട് ഇത് നമുക്ക് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്, എവിടെയാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. OA നോക്കിയിട്ട് ജസ്റ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ 4 മണിക്കൂറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 മണിക്കൂറിൽ നമ്മുടെ ഹൈ ഏതാണ്? നമ്മുടെ ഹൈ ഇതാണ്. ഓക്കെ, 4 ഹവേഴ്സിൻ്റെ കണ്ടിന്യൂസ് മാർക്കറ്റ് ഡൗണിലായിരുന്നു. 4 ഹവേഴ്സിൻ്റെ നമ്മുടെ ഹൈ ഇതായിരുന്നു. മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് 4 ഹവേഴ്സിൻ്റെ ലോ ഇതായിരുന്നു. സോ മാർക്കറ്റിൻ്റെ ഹൈയും ലോയും ഇതാണ്. മാർക്കറ്റിൻ്റെ ഡേ ലോ ആൻഡ് ഡേ ഹൈ ഇതാണ്. സോ മാർക്കറ്റ് ഇവിടുന്നാണ് മാർക്കറ്റ് അഗ്രസീവായിട്ട് മുകളിലോട്ട് പോയിട്ടുള്ളത്, ഇവിടുന്ന്. ഓക്കെ, സോ നമുക്ക് ഈ ലോ എടുക്കാം. സോ ഈ ലോ എന്താണ്? മാർക്കറ്റിൻ്റെ ഒരു മേജർ സപ്പോർട്ടാണ്. സോ ഇവിടെ നമുക്ക് എന്തുണ്ടാവും? ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാവും. സോ നമുക്കത് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഈ ലിക്വിഡിറ്റി സോൺ 4 ഹവറിൻ്റെ ലിക്വിഡിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് എന്തുണ്ട്? സ്റ്റിൽ ഇപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അതായത് അവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, താഴെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, സോ ഞാൻ ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റിയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്? ബൈ സൈഡ് ലിക്വിഡിറ്റി, അതായത് മാർക്കറ്റ് താഴോട്ട് ചെയ്ത് വെച്ചപ്പോൾ ബൈ സൈഡ് ലിക്വിഡിറ്റി, ബൈ ഓർഡർ ഉണ്ട് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് മാർക്കറ്റിനെ ബൈ ചെയ്ത് വെച്ചവരുടെ സെൽ ഓർഡർ ഉണ്ട് ഇവിടെ. ഓക്കെ, ബൈ സൈഡ് ലിക്വിഡിറ്റി ആൻഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി. സർ ഓക്കെ, ഇതിൻ്റെ താഴെ 4 ഹവറിൻ്റെ താഴെ എന്താണുള്ളത്? 1 ഹവറാണുള്ളത്. 1 ഹവറിൽ നമുക്ക് കണ്ടാൽ അറിയാം 23,300 എന്താണ് മാർക്കറ്റിൻ്റെ മേജർ റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടെ അപ്പം ഇതിൻ്റെ മുകളിൽ എന്തുണ്ട്? മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇതൊക്കെ ലിക്വിഡിറ്റിയാണ്. ലൈക്ക് ഓക്കെ, 23,300 മാർക്കറ്റിന് എന്തുണ്ട്? ലിക്വിഡിറ്റി ഉണ്ട്. സോ ഞാൻ ലിക്വിഡിറ്റി ഇവിടെയും ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇതും നമ്മുടെ എന്താണ്? ഒരു ലിക്വിഡിറ്റി ഉള്ള സ്ഥലമാണ്. ഓക്കെ, സോ നേരത്തെ ഞാൻ കണ്ടോ ഇവിടുന്നാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. സോ എല്ലാവരുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെയാണ് ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ലിക്വിഡിറ്റി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. ഇതെന്താണ്? നമ്മുടെ ഓർഡർ ബ്ലോക്കും കൂടെയാണ്. സോ ഓക്കെ, ഓർഡർ ബ്ലോക്ക് ആൻഡ് ലിക്വിഡിറ്റി. സോ മാർക്കറ്റ് ഇവിടെ 1 ഹവർ ഓർഡർ ബ്ലോക്കാണ് ആൻഡ് 1 ഹവറിൻ്റെ ലിക്വിഡിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ താഴെ മാർക്കറ്റിൻ്റെ മേജർ സപ്പോർട്ട് എവിടെയാണുള്ളത്? സോ ഈ ഏരിയ. ഓക്കെ, ഇത് മാർക്കറ്റിൻ്റെ ഒരു മേജർ സപ്പോർട്ടാണ്. നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇത് മാർക്കറ്റിൻ്റെ ഒരു മേജർ സപ്പോർട്ടാണ്. സോ ഇതിനൊക്കെ ഞാൻ താഴെയുള്ളതിന് ഗ്രീൻ കൊടുക്കുന്നുണ്ട്, മുകളിലുള്ളതിന് റെഡും കൊടുക്കാം. ഓക്കെ, ഓക്കെ, സോ ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൻ്റെ മേജർ സപ്പോർട്ട് എവിടെയുള്ളത്? ഈ OAയിലാണ്. 24,050 മാർക്കറ്റിൻ്റെ അടുത്ത സപ്പോർട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇവിടെ പോകാം, 30 മിനിറ്റിലോട്ട് പോകാം. ഓക്കെ, 30 മിനിറ്റിൽ പോയി കഴിഞ്ഞാലും മാർക്കറ്റിന് ഇത് നമ്മുടെ ഒരു FVG ആണ്, ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അതവിടെ നിന്നോട്ട് നമുക്ക് 50 മിനിറ്റ്സിൽ വന്നിട്ട് വരയ്ക്കാം. ഓക്കെ, സോ മാർക്കറ്റിൻ്റെ മേജർ റെസിസ്റ്റൻസ് 23,300 ആൻഡ് 24,200. സോ നാളെ ഇവിടെ തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ട്. സെൽ ഇത് നമ്മുടെ എന്താണ്? ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കും കൂടെയാണ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ വരച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ഇത് നമ്മുടെ എന്താണ്? OB ആണ്. ഓക്കെ, OB. സോ OB മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 50 മിനിറ്റ്സിൽ അതിനെ റിഫൈൻ ചെയ്യാം. സോ 50 മിനിറ്റ്സ് ഇടുമ്പോൾ നമുക്ക് ആ OB റിഫൈൻ ആയിട്ട് വരും. ഓക്കെ, ആ ഒരു OB നമുക്ക് റിഫൈൻ ആയിട്ട് വരും. സോ നാളെ നമ്മുടെ പ്ലാൻ എന്താണ്? സെൽ ഓൺ ദ റൈസ്. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് സെൽ ചെയ്യാം. അതല്ല മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിലും ഈ ഏരിയയിൽ നിന്ന് നമുക്ക് എന്താണ്? സെൽ ഓൺ ദ റൈസ് ആണ്. ഓക്കെ, മാർക്കറ്റിന് സെൽ ഓൺ ദ റൈസ്. ഓക്കെ, സോ മാർക്കറ്റ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് FVG എവിടെയാണ് കാണുന്നത്? ഇവിടെ ഒരു FVG ഉണ്ട്. ഇത് മാർക്കറ്റിൻ്റെ FVG ആണ്. ആൻഡ് അതിൻ്റെ താഴെ ഇത് മാർക്കറ്റിൻ്റെ FVG ആണ്. സോ ഈ FVG ഓൾറെഡി ഓൾമോസ്റ്റ് ടാപ്പഡാണ്. സോ ഇതിനെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. സോ
ഈ FEG എടുക്കുന്നുണ്ട്, ഈ ഒരു FEG. സോ ഇവിടെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇൻവാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ നമ്മുടെ അപ്കമിങ് കോഴ്സിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിൽ പ്രൊഫഷണലായിട്ട് മനസ്സിലാവും. എന്താണ് വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഏതാണ് വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഏതാണ് വാലിഡ് FEG, ഏതാണ് ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, എല്ലാ ഓർഡർ ബ്ലോക്കും FEGയും വാലിഡ് അല്ല. ഓക്കെ, സോ ഇത് ഇൻസൈഡ് ബാറാണ്. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. സോ അത് മാർക്ക് ചെയ്യുന്നില്ല, കാരണം ഞാനോട് ലിക്വിഡിറ്റി ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നാളെ മാർക്കറ്റ് താഴോട്ട വരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ ഓൺ ദ ഡിപ്പ് ആയിരിക്കും, ബൈ ഓൺ ദ ഡിപ്പ്. ഓക്കെ, ബട്ട് മാർക്കറ്റ് നാളെ വന്നിട്ട് ഈ ലോ സോ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ, ഇവിടെ നമ്മുടെ മാർക്കറ്റ് ഒരു സൈഡ് വേസിൽ ഓപ്പൺ ആകുന്നെങ്കിൽ, ഇങ്ങനെ സൈഡ് വേസിൽ ഓപ്പൺ ആകുന്നെങ്കിൽ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലോ വരെ ട്രേഡ് ചെയ്യാം. ഓക്കെ, സൈഡ് വേസിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലോ വരെ ട്രേഡ് ചെയ്യാം, ഈ ലോ. ഓക്കെ, ഈ ലോ വരെ ട്രേഡ് ചെയ്യാം. സോ സൈഡ് വേസ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഡൗൺ തരണം. ഓക്കെ, സൈഡ് വേസിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ അതേപോലെ തന്നെയാണ് ഈ സാധനവും. മാർക്കറ്റ് ഒരു നല്ല ബിഗ് ക്യാൻഡിലായിട്ട് റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബൈ ഓൺ ദി ഡിപ്പ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ഈ ബ്രേക്ക് ചെയ്ത ക്യാൻഡിലെ ഒരു FEGയിൽ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് താഴെ ട്രേഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ കണ്ടു, ഇവിടെ മാർക്കറ്റ് നല്ല സ്പീഡിൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് മുകളോട്ട് പോയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വീണു, ആ ഒരു സിനാരിയോ. ഓക്കെ, സോ ബ്രേക്ക് ചെയ്യുന്ന സിനാരിയോയ്ക്ക് വേറെ ഒരു സ്റ്റൈലുണ്ട്. ലൈക്ക് ഞാൻ ലാസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും, എന്താണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹെവി ആയിട്ട് ബ്രേക്ക് ചെയ്യുക, അപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ് വാട്ടെവർ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നിങ്ങൾ എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബൈ ഓൺ ദ ഡീപ്പ് ആൻഡ് സെൽ ഓൺ ദ റൈസ് ആണ്. ഓക്കെ, ബൈ ഓൺ ദ ഡീപ്പ് ആൻഡ് സെൽ ഓൺ ദ റൈസ്, സെയിം പ്രോസസ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ബോറായിട്ട് തോന്നുന്ന പ്രോസസ്സാണ് നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ആവുക. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ബോറായിട്ട് നമുക്ക് ഒരുപാട് വട്ടം കേൾക്കുന്ന കാര്യം നമുക്ക് ബോറടിക്കും. ഓക്കെ, സോ മാർക്കറ്റിൽ എപ്പോഴും ഒരു കാര്യം തന്നെ സ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരുന്നത് നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റിലോട്ട് വരത്തില്ല. സോ ഞാൻ എപ്പോഴും ഒരേ സെയിം സ്ട്രാറ്റജിയാണ് എപ്പോഴും ഉപയോഗിക്കുക. സോ അത് ചിലപ്പോൾ നാളെ ലോസ് അടിക്കാം, ഡേ ആഫ്റ്റർ 2 ദിവസം അടുപ്പിച്ച് ലോസ് വരാം. ബട്ട് അത് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തിട്ട് വെരി നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നമ്മുടെ ഫേവറിൽ മാർക്കറ്റിന് കിട്ടുമ്പം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിൽ പാറ്റേണിനെ പറ്റി നിങ്ങൾ നോക്കണമെന്ന്. എന്താണ് ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ, ഈവനിങ് സ്റ്റാർ. ഓക്കെ, ഈവനിങ് സ്റ്റാർ, ഇതൊരു ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ ആയിരുന്നു. ഇവിടെ ഒരു ഹാമർ അതിൻ്റെ റെഡ് ക്യാൻഡിൽ താഴെ ഒന്ന് ക്ലോസ് ചെയ്തു. എന്നോട് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, ഈ ഏരിയ നിന്നൊക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഈ ഏരിയ നിന്നൊക്കെ ചോദിച്ചിരുന്നു. ഈ ഏരിയ നിന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാനിക്കാവും, തിരിച്ച് മുകളിലോട്ട് കയറിയിട്ട് ഒരു പുൾ ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പുൾ ബാക്കിൽ സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബിസി ആയി പോയിട്ടായിരുന്നു മാർക്കറ്റ്. അത് കഴിഞ്ഞ് ഒരു പുൾ ബാക്ക് ചെയ്തു, അവിടെ നിന്ന് പിന്നെയും മാർക്കറ്റ് വീണു. ഓക്കെ, പുൾ ബാക്കിൽ സെല്ലിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച ആളോട്, എന്നോട് ചോദിക്കുന്നു അടുത്ത ബാച്ചിലുണ്ട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു ഈവനിങ് സ്റ്റാറാണ്. സോ ഈവനിങ് സ്റ്റാറിൻ്റെ ലോയിൽ നമുക്ക് സെല്ല് ചെയ്യാം, ഈവനിങ് സ്റ്റാറിൻ്റെ മുകളിൽ നമുക്ക് ടാർഗറ്റ് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ലിക്വിഡിറ്റി എവിടെയുള്ളത് നമ്മുടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ നമുക്ക് മുകളിൽ നിന്ന് എവിടം വരെ ട്രേഡ് ചെയ്യാം. ഈ ഹൈയിൽ സ്റ്റോപ്പ് ലോസ്, ഈ ലോ വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, ബേസിക് പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആ എൻട്രി കുറച്ചുകൂടെ എവിടെ നിന്ന് കിട്ടും, എനിക്ക് കിട്ടിയ മാതിരി ഇവിടുന്ന് കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, ബേസിക് പ്രൈസ് ആക്ഷൻ വെച്ചാൽ നമുക്ക് ആ എൻട്രി കുറച്ച് താഴെ നിന്ന് കിട്ടും, മറ്റേത് നമുക്ക് ഇവിടുന്ന് കിട്ടും. നത്തിങ്, അത്രേ ഉള്ളൂ കാര്യം. സോ ഇതായിരുന്നു ഇന്നലത്തെ എൻട്രി ആൻഡ് നാളത്തെ എന്താണ് നമ്മുടെ അനാലിസിസ് ഇത് തന്നെയാണ്. സോ ഇത് 24,200 300 നമുക്ക് മേജർ റെസിസ്റ്റൻസ് ആണ്. ഇത് നമ്മുടെ ലിക്വിഡിറ്റി സോണാണ്, ഇത് നമ്മുടെ സപ്പോർട്ടാണ്. സോ ഇത് ബ്രേക്ക് ചെയ്യുന്ന വോളിയം നോക്കിയിട്ട് കൺസോൾട്ടേഷൻ ബ്രേക്ക് ആണെങ്കിൽ നേരെ ഈ ലിക്വിഡിറ്റി വരെ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് നേരെ താഴോട്ട് വരും. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യുക. ഓക്കെ, അതും വെയിറ്റ് ചെയ്യുക, ഒരു 9:35 വരെയൊക്കെ മിനിമം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റിന് സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കുക, എന്താണ് സെക്ടർ എങ്ങനെയാണ്. സോ ലൈക്ക് ഇതാ ഇവിടെ പോയിട്ട് NSE എടുക്കുക, NSE പോവുക, NSEയിൽ ക്ലിക്ക് ചെയ്യുക. NSE ക്ലിക്ക് ചെയ്തിട്ട് നേരെ
ഈ ഹീറ്റ് മാപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാവും. ഓക്കെ, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 കംപ്ലീറ്റ്ലി എന്താണ് അഗ്രസീവ്ലി ഡൗൺ ആണ്. നിഫ്റ്റി 50ലെ മാക്സിമം സ്റ്റോക്ക് എന്താണ് അഗ്രസീവ്ലി ഡൗൺ ആണ്. സോ കണ്ടോ, സോ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് മാത്രമായിരുന്നു അപ്പ് ഉണ്ടായിരുന്നത്. സോ കൊട്ടക് നോക്കിക്കഴിഞ്ഞാൽ കൊട്ടക് ഇന്ന് അപ്പായിരുന്നു. ഓക്കെ, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഇന്ന് എന്തായിരുന്നു, നല്ല രീതിയിൽ അപ്പായിരുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും ഡൗൺ ആയ സ്റ്റോക്ക് ഏതാണ്, ഇവിടെ കൂടുതലും കാണുന്നത് ഏതാണ്, നമ്മുടെ മാരുതി ഡൗൺ ആയിരുന്നു, ബജാജ് ഓട്ടോ ഡൗൺ ആയിരുന്നു. സോ ബജാജ് ഓട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ എന്തായിരുന്നു, രാവിലെ നിഫ്റ്റിയോടൊപ്പം മുകളിലോട്ട് കയറി, അത് കഴിഞ്ഞ് അതും താഴോട്ട് തന്നെ ഡൗൺ ആയിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു എന്താണ് ടോട്ടൽ ഐഡിയ നമുക്ക് മനസ്സിലാവും, മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ഉള്ളത് ലൈറ്റ് ഗ്രീനും അതിൻ്റെ ഒരു ഡാർക്കേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്താണ് അഗ്രസീവ്ലി ഡൗൺ ആണ് മാർക്കറ്റ്. അപ്പം ഇത്രയും സ്റ്റോക്ക് നിഫ്റ്റി 50ൽ 50 സ്റ്റോക്കുകളിൽ ഒരു അറൗണ്ട് 30 സ്റ്റോക്ക് ഡൗൺ ആകുമ്പം നിഫ്റ്റി ഓൾവേസ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക, താഴോട്ടായിരിക്കും മൂവ് ചെയ്യുക. സോ സിമ്പിൾ ടിപ്സ് ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അപ്കമിങ് ഇതിനകത്തും പഠിക്കുന്നുണ്ട് നിങ്ങൾ. സോ സെപ്റ്റംബർ 7-നാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിബഡി ഇൻട്രസ്റ്റ് ഫോർ ഡൂയിങ് പ്രൊഫഷണൽ, അതായത് ICT SMC പഠിക്കാൻ താല്പര്യമുള്ളവർ എൻറോൾ ചെയ്യുക. ഞാനെപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് ലേൺ ദെൻ ഏൺ ഫ്രം ദ മാർക്കറ്റ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.